ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്ക് ഇന്ന് വന്നിട്ടൊരു സിമ്പിൾ പെഡിക്യൂർ റൂട്ടീൻ ചെയ്യാം. ഒരു 4 സ്റ്റെപ്പ് റൂട്ടീൻ. അപ്പം ഫസ്റ്റ് വന്നിട്ട് നമ്മളൊരു വാം വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ സാധാ വാട്ടർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് സോൾട്ട് ഇടുക, ഒരു ഷാമ്പു ഇടുക, പിന്നെ സോഡ വേണ്ടവർക്ക് സോഡ ഇടാം. ഞാൻ സോഡ ഇല്ലാത്തത് കൊണ്ട് സോഡ ഇട്ടില്ല. പിന്നെ നമ്മളൊരു ലെമൺ സ്ക്വീസ് ചെയ്തിടുക, ഒഴിക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതൊരു സിമ്പിൾ, ഒരു വീട്ടിൽ തന്നെ ചെയ്യാവുന്ന, വീട്ടിലെ സാധനങ്ങൾ കൊണ്ട് വെച്ച് തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പെഡിക്യൂറാണ്. സോ അപ്പം ഇത് നന്നായിട്ട് പതപ്പിച്ചിട്ട് നമ്മൾ ഇരിക്കുക. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ വലിയ പാത്രമാണെങ്കിൽ നൈസായിട്ടിരിക്കും കേട്ടോ. ഞാനിപ്പോൾ കിട്ടൊരു പാത്രം വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പം കാലൊക്കെ ഇട്ടിട്ട് ഒരു 15 to അരമണിക്കൂർ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഒരു 10-15 മിനിറ്റ് ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലെമൺ സ്ക്വീസ് ചെയ്ത ലെമൺ അതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊരു സ്ക്രബ് പോലെ ജസ്റ്റ് നമ്മുടെ ഡെഡ് സെല്ലൊക്കെ ലൂസായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ കുതിർന്നിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് ഒരച്ചരച്ച് കളയണം. ഓക്കെ. സോ നമ്മൾ നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളടുത്ത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് നഖം വെട്ടാൻ പോവുകയാണ്. അപ്പോൾ എക്സസൈസ് നിൽക്കുന്ന നഖമൊക്കെ നമ്മൾ വെട്ടിക്കളയുക, ചിലയ്ക്കുണ്ടെങ്കിൽ കളയുക. ഇത് മന്തിൽ ഒരു വൺസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാല് കുറച്ച് ഹെൽത്തിയാക്കി വെക്കാനൊക്കെ നല്ലതായിരിക്കും. സോ നഖമൊക്കെ നന്നായിട്ട് വെട്ടിക്കളഞ്ഞ് നല്ല ഷേപ്പൊക്കെ ആക്കി വെക്കുക. എന്നെയാണ് തള്ളവിരലിൽ മാത്രമേ നഖം വളരത്തുള്ളൂ, ബാക്കിയൊന്നും അത്രയ്ക്കൊന്നും വളരത്തില്ല. അപ്പോൾ എനിക്കത് മാത്രമേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നുള്ളൂ. ചെളിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ് നോക്കാം. നമ്മളൊന്ന് ഒരു എന്തെങ്കിലും ടവലോ ഒക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ഇതാണ് സ്ക്രബ്ബർ. ഡെഡ് സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ താഴത്തെ കാലിൻ്റെ അടിയിലത്തെ കട്ടിയിട്ടിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെയും കുതിർന്നിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ കളയാനായിട്ടാണ് നമ്മൾ ഇത്. ജസ്റ്റ് ഇതൊരു സ്ക്രബ്ബർ പോലത്തെ ഒരു സാധനമാണ്. എനിക്കാണെങ്കിൽ ക്യാമറയ്ക്കകത്ത് കാല് കൊണ്ടുവരുകയും വേണം, എന്നാൽ ശരിക്കും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ വന്നിട്ട് ഒരു അലോവേറ എടുക്കുക. പല രീതിക്ക് പെഡിക്യൂർ ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു സംഭവം സിമ്പിളായിട്ട് കാണിച്ചത്. നമുക്ക് ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ വേറെ രീതിക്ക് ചെയ്യാം. സോ ജസ്റ്റ് കാല് ഫുള്ള് അലോവേറ തേച്ച് കൊടുത്തു. ഇത് നമ്മളൊരു ഈ ഫേഷ്യൽ ഹെയർ ഒക്കെ കളയുന്ന ബ്ലേഡ് ഉണ്ടല്ലോ, ആ ടൈപ്പ് ഒരു ബ്ലേഡ് എടുക്കുക. മുഖത്ത് ഉപയോഗിക്കുന്ന എടുക്കല്, അല്ലാത്ത വേറൊന്നും എടുക്കുക. എന്നിട്ട് അടിയിലത്തെ പോർഷൻ നന്നായിട്ട് എന്ന് വെച്ചാൽ ആ കുതിർന്നിരിക്കുന്ന സാധനമൊക്കെ പോരണം കേട്ടോ. അതുപോലെ നമ്മൾ മുറിയാതെ നമ്മൾ വൃത്തിക്ക് ഷേവ് ചെയ്യുക. ഓക്കെ. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേനും പ്രത്യേകം സൂക്ഷിക്കണം, കാല് മുറിയരുത്. പതുക്കെ ചെയ്യാവുള്ളൂ. ഈ ഇടയ്ക്ക് എൻ്റെ കാലൊക്കെ മുറിഞ്ഞത് കൊണ്ട് എൻ്റെ കാലിപ്പം ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നത്. സോ അടുത്ത് വന്നിട്ട് നമ്മളൊരു മാസ്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് എടുക്കുക. മിൽക്കിലേക്ക് നമ്മൾ കടലമാവ് എടുക്കുക. കടലമാവും പാലും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട്. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. എനിക്ക് കുറച്ച് എക്സസൈസ് കൂടുതൽ വന്നു. അത് ഞാൻ അളവ് നോക്കാതെ എടുത്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. എന്തായാലും
നമ്മൾ അളവനുസരിച്ച് കാലിന് എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക. കുറച്ച് ടൊമാറ്റോ ഹാഫ് എടുത്തിട്ട് സ്ക്വീസ് ചെയ്യുക. എന്നിട്ട് കാലിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതൊരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും അത് നന്നായിട്ട് ഉണങ്ങും. ആ ടൈമിൽ നമുക്കത് ആ തക്കാളീൻ്റെ ഹാഫ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു സ്ക്രബ് പോലെ ചെയ്തിട്ട് നിങ്ങൾക്കത് വാഷ് ചെയ്ത് കളയാം. ഞാനിപ്പോൾ തൽക്കാലത്തിന് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അത് ഞാൻ ചെയ്യാൻ. ഓക്കെ, നന്നായിട്ട് തേച്ചിട്ട് ഞാൻ ചെറുപ്പത്തിലായപ്പോൾ മൊത്തം വീഴുന്ന കുട്ടിയായിരുന്നു ഗൈസ്. അതെൻ്റെ കാലിൽ മൊത്തം ഇങ്ങനെ ഓരോ മുറിവുകൾ. ഓടുക വീഴുക അത് തന്നെ എൻ്റെ പണി. സോ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്ത് വിട്ടേക്കുക. എന്നിട്ടതൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മളത് എല്ലാം നല്ലതായിട്ട് ഉണങ്ങി സെറ്റാവും. അത് കഴിയുമ്പോഴത്തേനും ഞാൻ ജസ്റ്റ് ടവൽ കൊണ്ട് റബ്ബ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് തക്കാളി വെച്ച് നല്ലതായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നമ്മളൊരു മോയ്സ്ചറൈസർ എടുക്കുക. ബോഡി മോയ്സ്ചറൈസർ എടുത്തിട്ട് കുറച്ചെടുത്ത് നല്ലതായിട്ട് കാലൊന്ന് മോയ്സ്ചറൈസ്, നമ്മൾ ഷേവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് നല്ലോണം കാലിൽ തേക്കുക. സോ അടുത്തത് നമ്മൾ നെയിൽ പോളിഷ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണേലും നെയിൽ പോളിഷ് എടുക്കാം. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ സിമ്പിൾ പെഡിക്യൂർ 4 സ്റ്റെപ്പ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഗൈസ്, നല്ല രസമില്ല കാണാനായിട്ട്, നല്ല ലൈറ്റ്. ഞാൻ ജിമ്മിൽ പോയപ്പോഴത്തേനും അവിടെ ഇരുന്നപ്പോഴത്തേനും നല്ല ചുവന്ന നല്ല സൺലൈറ്റ് വന്നപ്പോഴത്തേനും ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നല്ല ഭംഗി തോന്നി എനിക്ക്. ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രൈനെസ് ഒക്കെ മാറി, കുറച്ച് എന്താ പറയുക, ഒരു മോയ്സ്ചറൈസർ ആയ പോലെ എനിക്ക് തോന്നി. ഇത് നല്ല ഭംഗിയില്ലേ, സൺലൈറ്റും കൂടെ വന്നപ്പോഴത്തേനും വാവ്, സോ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ഗുഡ് ബൈ.